ശരിയാണ് വിനിത. ഇപ്പോൾ ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ചേട്ടന്റെ പേര്? മുഹമ്മദ് കുട്ടി. വിനിത, എനിക്കൊപ്പമുള്ളത് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളാണ്. മുഹമ്മദ് കുട്ടി ചേട്ടന്റെ വീട് ബെഞ്ചിത്ത് ആണ്. എൻ്റെ കൂടെയുള്ള വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത്ത്. നമുക്ക് ആ മണ്ണുമാന്തി യന്ത്രവും മണ്ണും കിടക്കുന്നതിന് അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് സൂം ചെയ്യാം. അതാണ് മുഹമ്മദ് കുട്ടി ചേട്ടന്റെ വീട്. അവിടെ ആണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകളെയൊക്കെ പരമാവധി രക്ഷിക്കാൻ പരിശ്രമിച്ചു. ഈ ദുരന്തം, ഇത്രയും മണ്ണും കല്ലും ചെളിയും എല്ലാം വരുന്നത് നേരിട്ട് കണ്ട ആളാണ് മുഹമ്മദ് കുട്ടി. ഇക്കയുടെ വീട്ടിലുള്ളവരെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞു? നമ്മളൊരു കുടുംബങ്ങളുടെ ഈ അയൽവാസികൾ 2, 3, 4 വീടുകളും ആയിലായിരുന്നു. ഒരു 11:30 മണിക്കാണ് പക്ഷത്തെ പൊട്ട് വരുന്നത്. പക്ഷത്തെ പൊട്ട് നമ്മൾ പോയാന്ന് പറഞ്ഞത് ഞങ്ങളൊരു 80 മീറ്റർ താഴെയാണ്. ആ താഴെ അതിൽ വന്ന പൊട്ട് ഞങ്ങൾ എന്ത് ഓർത്തു, അഞ്ഞ് പോയേക്കൂടെ ബാക്കിയുള്ള പൊട്ട് അങ്ങനെ പോയിക്കോളും. കാരണം എങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. രാത്രി 11, 12 മണിക്ക് എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് വന്നാലും എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ചെറിയ കുട്ടികൾ, വലിയ 10-40ഓളം ആൾ ആ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഭാഗത്തിൽ ആ വീടൊക്കെ ആ സമയത്ത് പോയിക്കുന്നു. 11:30 മണിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ആ വീടുകളൊക്കെ പോയിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞങ്ങൾ ആരെ വിളിച്ചാലും ഹെലികോപ്റ്റർ വന്നാൽ തന്നെ ആ 10 മിനിറ്റ് കൊണ്ട്, കാരണം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ വരുന്നത്. അതായത് 1:30 മണി തൊട്ട് 2 മണിൻ്റെ സമയം. ആ സമയം 1:30 മണിക്ക് തന്നെ ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഈ കല്ലുകളിലെ സൗണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ദൈവത്തിനെ വിളിച്ച് അവിടെ നിന്ന് ഈ കല്ലുകളൊക്കെ എവിടുന്ന് വന്നു എന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അത്രേ അതിൽ പറഞ്ഞു. അപ്പൊ ഇതൊന്നും കല്ലൊന്നല്ല, ഇതൊക്കെ ഒരു കാപ്പി ഏലം, ഇതൊക്കെ ഇവിടെ ഇതൊരു വീടാണ്. ഇതൊക്കെ വീട്. ഇവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഈ പരിസരത്ത്? എന്നിട്ട് 1, 2, 3, 4, 5, 6, പിന്നെ താഴെ ഒരു കോളനിമാരിലെ വീടുകളാ. ഒക്കെ ജാതി മതം അങ്ങനത്തെ ഒരു അതില്ലാത്ത ഒരു ഒക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തിലൊക്കെ മുസ്ലിം സുഹൃത്തുക്കളാണ്. പക്ഷെ ഒക്കെ ഐക്യത്തോടെ ഞങ്ങൾ ഈ വയനാട് 10-ലധികം വീടുകളുണ്ടായിരുന്നു. 10-അല്ല 40 വീടുകളും ഈ ചുറ്റുവട്ടത്തിലുണ്ട്. ഈ 40 വീടുകൾ ഈ പരിസരത്ത്, ഈ താഴെ എൻ്റെ വീടിൻ്റെ താഴെ ഭാഗത്ത് തന്നെ 10 വീട് ഒന്നിച്ചു പോയി. അത് 11:30 മണിക്ക് തന്നെ പോയിക്കണം. അതൊക്കെയാണ് ഈ നിലമ്പൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ ഭാഗത്ത് രണ്ടാമത്തെ പൊട്ട് വരുമ്പോഴാണ് ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ വന്നത്. അപ്പോഴൊന്നും ഞങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ആരും കുറ്റം പറ്റോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും കാര്യമില്ല. വിളിക്കേണ്ട ദൈവത്തിന് വിളിച്ചവിടെ ഇരുന്നു. അതന്നെ സംഭവം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. 1:30 മണിക്ക് ശബ്ദം കേട്ടിട്ട് 1:45 ആയപ്പോഴത്തേന് ഇവിടെ എത്തി. എന്തോ ദൈവത്തിൻ്റെ ഒരു കുതിർത്തതാണ്. ഇതിലെ പോയി ഒഴുകി അതിൽ ഒഴുകി. നമ്മൾ അതിൽ ചെറിയ കുട്ടികളുണ്ടാതാണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ച്. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? ഞാൻ, എൻ്റെ മക്കള്, എൻ്റെ ആമക്കൾ ഉണ്ടായിരുന്നു. ആമക്കളോട് ഡ്യൂട്ടിയിലായതുകൊണ്ട് ബാംഗ്ലൂരും പിന്നെ കോഴിക്കോട് അവിടെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ പേരമക്കളുണ്ടായിരുന്നു, എൻ്റെ മകളുണ്ടായിരുന്നു, പിന്നെ അയൽവാസി അവരുടെ കുടുംബങ്ങൾ മൊത്തത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊരു 30, 38, 40 ആളോളം പിന്നെ അയൽവാസികളിൽ എല്ലാം ആ വീടിൻ്റെ അതിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ 10-40 ആള്. ഈ 3 വീട്ടിലത്തെ 40 ആളുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവിടെയൊക്കെ അയയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ വീടുകളായിരുന്നിരിക്കും. വീടുകളാ. ഇവിടെ ഒരു വീട് ഇതായി. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പുതിയതായിട്ടൊരു വീട് കയറ്റാനുള്ളൊരു സംവിധാനമാണ് ഈ വീട് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പിന്നെ ഇവിടെ വീട് ഇതുണ്ട്. ഇത് വീടാണ്. ഇതൊക്കെ 2 നില ബിൽഡിങ്ങാണ്. ഇത് ബിൽഡിങ്ങാണ്. കാരണം ഒരു 10 ഗ്യാപ്പിൽ വീടുകൾ, 10 മീറ്റർ 5 മീറ്റർ ഗ്യാപ്പിൽ വീടുകൾ അവിടെ. അത്രയും വീടുകളാണ്. ഇതൊരു നല്ലൊരു ഏരിയ ആയിരുന്നു. കാരണം സൗകര്യം, എല്ലാ സ്കൂൾ സൗകര്യം, എല്ലാ സൗകര്യമുള്ള. അപ്പോൾ ആൾക്കാർ 5 സെൻറ്റ് 5 സ്ഥലത്തൊക്കെ വീടായിരുന്നു. അത്രയും വീടുകളായിരുന്നു ഇവിടെ. ഇപ്പം നമ്മൾ കാണുന്ന ആ ഭാഗത്തേക്ക് അങ്ങോട്ടേക്കൊക്കെ വീടുകളായിരുന്നു. അതൊരു മലയുടെ ഭാഗം പോലെ. മൊത്തം വീടാ. ഈ കാണുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടില്ല വീട്. അവിടെ നിന്ന് ഇടിഞ്ഞു വന്നതല്ലല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമായിരുന്നു. അല്ലല്ല, കേറിയതല്ല. ഇത് അവിടുന്ന് പൊട്ടി വന്നതാ. ഇത് കേറല്ല. ആദ്യം ഒരു പുഴ ഉണ്ടായില്ലേ, ആ പുഴയാണ് സാധാരണ വെള്ളം ഒലിക്കുന്ന സ്ഥലം. അത് തൂർന്നിട്ട് ഈ വെള്ളം കൊണ്ട് അതടിച്ച് തൂർന്നിട്ട് നേരെ മേലെ കയറി. കാരണം ഈ അവിടുന്ന് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവില്ല, 2 പുഴ ഒഴുകി വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ വരുന്ന, അതായത് മുണ്ടക്കായിൽ നിന്ന് വരുന്ന പുഴയാണ് ഒരു എട്ടാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് വരുന്ന 2 പുഴയും കൂടി ഒഴുകി 2 കൂടി വന്ന് ഇടിക്കുന്ന സ്ഥലമാണ്. ആ ഇടിക്കുന്നത് കൊണ്ട് അവിടെ നല്ല കുറച്ചും കൂടി 2-3 വീടും കൂടി എടുത്തിട്ടാണ് മൊത്തത്തിൽ ദിശ മാറി ഒഴുകി ഇതിൽ വന്നത്. പറയുന്നത് 3/4 ഭാഗം എടുത്തിട്ട് പോയതിനോട് നമ്മളെ വീട് പറഞ്ഞാൽ ഒരു 10 മീറ്ററോളം പൊക്കത്തിലാണ്. ആ പൊക്കത്തിന്റെ അനുസരിച്ച് അതിൽ ഉള്ള വീടുകളൊക്കെ എടുത്തിട്ട് പോയി. 11 മണിക്ക് തന്നെ പോയി. 11 മണിക്ക് നോക്കുമ്പോൾ ഈ വീടുകളൊക്കെ പോയിക്കണ് കാണുന്നില്ല. നിരന്ന വെള്ളമാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ പൊട്ടാണ് ഈ 1:30 വരുന്നത്. ഈ 11 മണിക്ക് ആ പൊട്ട് കണ്ടാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതിനും വെള്ളം പോകുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ എന്താ സംഭവിക്കും? പിന്നെ ദൈവത്തിന് ഓർത്ത് അവിടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കൂ, ഈ ഭാഗം മുഴുവൻ, അതായത് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാകുന്നതാണ് നമ്മൾ കണ്ടു നിൽക്കുന്നത്. എന്താ സംഭവിക്കണമെന്ന് ഒന്നും അറിയില്ല. കുറേ വെള്ളം കല്ലും മുട്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ സംഭവിച്ച നേരം വെളുത്തിൻ്റെ ശേഷമാണ് അറിയുന്നത്.
ഞങ്ങൾ ഇത്രയും വലിയ പാറക്കല്ലുകളൊക്കെ ഇതിന് മുന്നേയും മണ്ണിടിച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ പാറക്കല്ലുകളൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. കാരണം ഇതൊക്കെ മലയിൽ നിന്ന് വന്ന കല്ലുകളായിരിക്കണം, അല്ല ഇവിടെ ഇങ്ങനത്തെ ഒരു കല്ലോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തായിരുന്നു? അപ്പുറത്തൊക്കെ കാപ്പിയാണ് കാണുന്നത്. അതേ കാപ്പി ഈ കൃഷി, അതായത് ഒരു വീട് അതിന്റെ ചുറ്റുവട്ടത്തിൽ അവരാ ചെയ്യുന്ന 5 സെന്റ് വീതം, 5 സെന്റ് 10 സെന്റ് ഇവിടെ ഒക്കെ അങ്ങനത്തെ ഈ സൈഡ് ആ സൈഡുകളാണ് ഒരു വീട് വെച്ച് ഒരു ഒരു ഏക്കർ സ്ഥലങ്ങൾ. അത് ചേട്ടന്റെ അനിയന്റെ വീടാണെന്ന് പറയുന്നത് കേട്ടോ. ഒരു സഹോദരങ്ങളാണോ? ഒക്കെ അയൽവാസികളാണ്. അതായത് ഇത് 3 വീട്, ആ ഒരു വീട്, ഇവിടെ ഒരു വീട് കിടക്കുന്നുണ്ട്, ഈ വീട്, ഈ 3 ഒരേ കുടുംബത്തിന്റെയാണ്, ഒരേ ഒരു കുടുംബത്തിന്റെയാണ്. അവർ ആ വീട്ടിൽ കയറി, ആ വീട്ടിൽ ഇത് പൊട്ടി വരണ്ടാവും, അവിടുന്ന് കയറി മേലേക്ക്, അതുകൊണ്ടൊക്കെ അവര് കഴിച്ചല്ലേ. അങ്ങനത്തെ കുറെ ആൾ കഴിച്ചില്ലായതാണ്. ഇവര് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞത്, നമ്മൾ പോവാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഓട്ടിയത്. ഞങ്ങൾ കുറച്ച് അപ്പുറത്തായിരുന്നു, ഞങ്ങൾ അവിടുന്ന് ഓട്ടിയത്. അങ്ങനെ ഓടി രക്ഷപ്പെട്ട ആളുകൾ അവരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്.